നോക്കൂ, ഇതൊരു അനാവശ്യമായ വിവാദമായി പോയി എന്നുള്ളതാണ് എനിക്ക് തുടക്കത്തിൽ തന്നെ പറയാനുള്ളത്. കാരണം ഏറെക്കുറെ സമാനമായൊരു സംഭവം കഴിഞ്ഞ വർഷം നമ്മുടെ സംസ്ഥാനത്തുണ്ടായി. അത് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലെ ഏതാനും മുസ്ലിം വിദ്യാർത്ഥിനികൾ ശസ്ത്രക്രിയ നടത്തുന്ന ഹാളിൽ ഹിജാബ് ധരിക്കാൻ, ശിരോവസ്ത്രം ധരിക്കാൻ അവസരം നൽകണമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ പ്രിൻസിപ്പലിന് കത്ത് കൊടുത്ത സംഭവമാണ്. അത് വലിയ വിവാദമാകാതെ വളരെ രമ്യമായി നമുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞു. അപ്പം അതിൽ നിന്നൊന്നും പാഠം ഉൾക്കൊള്ളാതെ വീണ്ടും മറ്റൊരു വിദ്യാഭ്യാസ സ്ഥലത്ത് ഇത്തരത്തിലുള്ളൊരു ആവശ്യവും ഉന്നയിച്ച് പിന്നീട് അതൊരു വിവാദത്തിലേക്ക് നയിക്കാൻ പാകത്തിലുള്ള സാഹചര്യം ഒരുക്കിയതാരാണെങ്കിലും അവരൊരു തെറ്റായ പ്രവൃത്തി ചെയ്തു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. നോക്കൂ, നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് ബഹുമത സമൂഹമാണ്, എല്ലാ മതസ്ഥരുമുള്ള സമൂഹമാണ്, ബഹുസ്വര സമൂഹമാണ്. ഇവിടെ എല്ലാവർക്കും തുല്യമായ അവകാശങ്ങളാണുള്ളത്. അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും ഒരു കളിസ്ഥലമായാലും ഒരു പബ്ലിക് ഓഫീസായാലും ഒരു പൊതുഗതാഗത സംവിധാനമായാലും നടുറോഡായാലും ഒരു മതത്തിൽപ്പെട്ട ആളുകൾ മാത്രമല്ല ഇതൊക്കെ ഉപയോഗിക്കുന്നത്, എല്ലാ മതസ്ഥരും ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ. അപ്പോൾ അവിടെ നമ്മൾ പരസ്പര ബഹുമാനത്തോടുകൂടി എന്താ പറയുക, നമ്മളുടെ പരിമിതികളെ ബോധ്യപ്പെട്ടുകൊണ്ട് പരസ്പര ബഹുമാനത്തോടുകൂടി എല്ലാവരും പുലർന്നു പോകണം. ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസികൾ മാത്രമല്ല, അവിശ്വാസികളും ഉണ്ട് കേട്ടോ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ ആ അർത്ഥത്തിൽ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ദൈവവിശ്വാസികൾക്കും ഒക്കെ ഒരേപോലെ പുലർന്നു പോകാൻ കഴിയുന്ന ഒരു സാഹോദര്യത്തിൻ്റെ അന്തരീക്ഷമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉള്ളത്. ആ സാഹോദര്യത്തിൻ്റെ അന്തരീക്ഷത്തെ മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ഇത്തരം പൊതു ഇടങ്ങളിൽ നമ്മൾ ഉന്നയിക്കുന്ന അവകാശങ്ങൾക്ക് എത്രമാത്രം യുക്തിഭദ്രതയുണ്ടൊരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് എന്നുള്ളത് നമ്മൾ തന്നെ സ്വയം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഈ ജനാധിപത്യത്തിൻ്റെ മുഴുവൻ സൗകര്യങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അല്ലേ? അപ്പോൾ പിന്നെ ആ ജനാധിപത്യം നമ്മളിൽ ഏൽപ്പിക്കുന്ന ചില ഉത്തരവാദിത്വങ്ങൾ കൂടിയുണ്ട്. അത് നിർവഹിക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ്. ജനാധിപത്യത്തിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗിക്കുകയും എന്നാൽ യാഥാസ്ഥിതികമായി തന്നെ തങ്ങളുടെ അവകാശങ്ങളെ നേടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ശരിയായൊരു രീതിയല്ല എന്ന് മാത്രവുമല്ല, അതിൻ്റെ മറ്റൊരു വശം കൂടി പറഞ്ഞാൽ അവസാനിപ്പിച്ചേക്കാം. ഈ ആട്ടിൻകുട്ടികൾ തമ്മിൽ അടിക്കുമ്പോൾ രക്തം കുടിക്കാതിരിക്കുന്ന ചെന്നായെക്കുറിച്ചുള്ള പാഠം പഠിക്കുകയോ അല്ലെങ്കിൽ പറഞ്ഞു കേൾക്കുകയോ ചെയ്തിട്ടുള്ള ആളാണല്ലോ നമ്മൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായാൽ അതിനെ പരമാവധി ഉപയോഗപ്പെടുത്തി ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് അതിനെ രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള ഫോഴ്സസ് സമൂഹത്തിൽ ഇങ്ങനെ കടന്നു കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ ആർക്കാണ് യഥാർത്ഥത്തിൽ ഗുണപ്രദമാകുന്ന ഒരു അന്തരീക്ഷത്തെ സൃഷ്ടിച്ചു കൊടുക്കുന്നതെന്ന് കൂടി സ്വയം വിലയിരുത്തുകയും സ്വയം വിമർശനപരമായി ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണം. അല്ലാത്ത പക്ഷം ഇത്തരത്തിൽ ഉള്ള അവസരങ്ങളെ മുതലാക്കാൻ നിൽക്കുന്നവർക്ക് ഗുണപ്രദമാകുന്ന രീതിയിൽ കയ്യിൽ ആയുധം കൊണ്ട് കൊടുക്കുന്ന ഒരു പരിപാടി നടത്താതിരിക്കുന്നതാണ് ബുദ്ധി. ഇപ്പോൾ തന്നെ അത്തരത്തിലുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്തി മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നവർ ഇനിയും വീണ്ടും ഇത്തരത്തിലുള്ള അവസരങ്ങളെ വളരെ ശക്തമായി തന്നെ ഉപയോഗിക്കും. അത് ആർക്ക് ഗുണകരമാകും, ആർക്ക് ദോഷമാകും എന്ന കാര്യം സ്വയം വിമർശനപരമായി ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുന്നവരൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. Meet the editors.